അങ്ങനെ എറണാകുളത്തുനിന്ന് തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് ട്രെയിൻ വരുന്ന സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടി എന്നാൽ നമുക്കൊന്ന് ബ്രോഡ്വേയിലൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രോഡ്വേയിലൂടെ ഇങ്ങനെ ആ വഴിയോരത്തൂടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണേ. അപ്പോൾ നടന്ന് നിറയെ കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ കണ്ടു ചുറ്റിനും നോക്കി. ആ അടിപൊളി. അപ്പോഴാണ് ഓർത്തത് കുഞ്ഞാറ്റയ്ക്കൊരു ബാഗി വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ അവിടെ കയറി ഒരു ബാഗി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറി ബാഗി എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഒരു പൂപ്പിയെ കണ്ട് അതിനെ വാങ്ങിച്ച് രണ്ടുപേരുടെ ചെവി വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അലഞ്ഞുള്ള നടപ്പായി. നടന്ന് ചേട്ടൻ അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ നോക്കി. അവിടെയൊക്കെ നടന്ന് കുറേ വീഡിയോ പിടിച്ചു. ഞാനും പുറകെ ഇങ്ങനെ വെറുതെ അലഞ്ഞ് നടന്നു. അങ്ങനെ തുണിക്കടകളിലെല്ലാം കയറി ഇറങ്ങി. വീണ്ടും അടുത്ത തുണിക്കടയിലേക്ക് പോവുകയാണ്. അടുത്ത തുണിക്കട ലക്ഷ്യമാക്കി പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കുറേ അപ്പോഴാണ് ഞാൻ കമ്മൽ കണ്ടത്. എന്നാൽ കമ്മൽ നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് നോക്കി ചെറിയൊരു 2-3 കമ്മലും വാങ്ങി. അവിടെ നിന്ന് ഒരു ചെറിയ 2-3 ജിമിക്കി. അതിനിടയ്ക്ക് ഏട്ടൻ പോയി ഒരു കണ്ണാടിയും വാങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയതാണ്. എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ തറ മാത്രം പിടിച്ച് വെച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത മറൈൻ ഡ്രൈവിനടുത്ത് തന്നെ വേറെ ഒരു ഷോപ്പ് കണ്ട് അവിടെ കയറിയപ്പോൾ അവിടെ എന്തോ വിപണന മേളയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അച്ചാറുകൾ, സ്പെഷ്യൽ അച്ചാറുകളെ എല്ലാത്തരം അച്ചാറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേരിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെങ്കിലും ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ പുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ ബ്ലൂബെറിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അത് കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ബ്ലൂബെറി അങ്ങനെ അവിടെ നിന്ന് വാങ്ങി. പുള്ളി അത് വാങ്ങി അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലൂബെറി അച്ചാറും വാങ്ങി ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അടുത്ത ഷോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഒരുപാട് വസ്തുക്കളൊക്കെ കാണാനുണ്ടായിരുന്നു. ഒത്തിരി ഉൽപ്പന്നങ്ങൾ, തടി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഡ്രസ്സുകൾ എന്ന് വേണ്ട കാണാൻ ഒരുപാട് കൗതുകമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അതിനിടയ്ക്ക് ഞാൻ അവിടുന്ന് ഒരു ചെറിയ ലെഗിൻസ് പാൻറ്റും വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ അതിനകത്തൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. എങ്ങനെയെങ്കിലും സമയം പോകണമല്ലോ. ട്രെയിൻ 11-12 മണിക്കേ ഉള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ വെറുതെ അതിനകത്തൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു.